ഹായ് എവരിവൺ, വെൽക്കം ടു ചാനൽ സ്വസ്ഥ ഫുഡ്സ്. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കാ വെച്ചിട്ടുള്ളൊരു മോരുകറിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടൊരു മോരുകറിയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കായ വെച്ചുള്ള മോരുകറി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 1/2 ലിറ്റർ തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ഉടച്ചെടുക്കാം. ഇതിപ്പോൾ നല്ലോണം ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി അരപ്പിന് ആവശ്യമായിട്ട് ഞാൻ 1 കപ്പ് തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അതിലോട്ട് ഒരു 3 വെളുത്തുള്ളി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകം, പിന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി, ഇതെല്ലാം കൂടി സ്വല്പം വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം അരച്ചെടുക്കാം. പിന്നെ എടുത്തേക്കുന്ന ഒരു ഏത്തയ്ക്ക ഇങ്ങനെ കുറച്ച് വലിയ പീസാക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തതാണ്. ഇനി ഗ്യാസിലൊരു പാൻ വെച്ചിട്ട് അതിനോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന ഏത്തയ്ക്ക ഇട്ട് കൊടുക്കാം. ഇനി ഇതിലൂടെ 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിലൂടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഒന്ന് മിക്സ് ചെയ്യുക. ഇത് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിലും ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇനി ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ലോണം കുക്കായിട്ടുണ്ടോയെന്ന് നോക്കാം. ഇവിടെ നല്ലോണം കുക്കായിട്ടുണ്ട്. ഇനി ഇതിലൂടെ അരച്ച് വെച്ചേക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെക്കുക. ഇപ്പോൾ ഈ അരപ്പ് നല്ലോണം ചൂടായിട്ടുണ്ട്. ഇതിൻ്റെ അകത്തോടെ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന തൈര് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലൂടെ 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നല്ലോണം മിക്സ് ചെയ്യാം. നമുക്കാണ് ഇവിടെ വളരെ നല്ലതായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ കാ വെച്ചിട്ടുള്ള മോരുകറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ചൂടായി കഴിയുമ്പോൾ ഗ്യാസിൽ നിന്ന് മാറ്റാം. ഇനി ഒരു ബൗളിലോട്ട് മാറ്റാം. ഇനി കടുക് വറുക്കാൻ വേണ്ടി പാൻ വെച്ചിട്ട് ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിയതിന് ശേഷം ഇതിലോട്ട് 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞിട്ട് കൊടുക്കാം. 2 ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് കൊടുക്കാം. 2 പച്ചമുളക് നടുവേ കീറിയത്, കുറച്ച് കറിവേപ്പില, നല്ലോണം ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നതിന് ചൂടാക്കാം. ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി കടുക് വറുത്തത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴേക്കും ക്ലിക്ക് ചെയ്യുക. ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. താങ്ക് യു.